ശേഖർ കുമാർ യാദവ് വിവാദത്തിലാവുന്നത് ഇത് ആദ്യമായിട്ടല്ല. നേരത്തെയും ശേഖർ കുമാർ യാദവ് പലതരം വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന പശുവിനെ കുറിച്ച് അദ്ദേഹം വിധിന്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ശേഖർ കുമാർ യാദവ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, അതും ഹൈക്കോടതിയുടെ പരിസരത്തുള്ള ലിബർട്ടി ഹാളിൽ വെച്ച് ഡിസംബർ 8-ാം തീയതി നടത്തിയ വളരെ വിവാദമായ പ്രസംഗം, 34 മിനിറ്റുള്ള പ്രസംഗം, അത് വായിക്കുമ്പോൾ തന്നെ അത് മതേതരത്വത്തിനെതിരാണ് എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. പുറത്താക്കണമോ എന്നതാണ് ചോദ്യം. പുറത്താക്കണം, പക്ഷേ സാങ്കേതികമായി പുറത്താക്കൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് അറിയില്ല. കാരണം ഹൈക്കോടതി ജഡ്ജിമാരെ സംബന്ധിച്ച് അവർക്കെതിരെ നടപടി വേണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് വേണം. ആ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് ഇപ്പോൾ പ്രതിപക്ഷം നൽകിയിരിക്കുന്നു. 21 പേജ് വരുന്ന ആരോപണങ്ങളുടെ പട്ടികയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 21 പേജുള്ള നോട്ടീസിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ജഡ്ജി വിദ്വേഷ പ്രസംഗം നടത്തിയ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു, മതന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ മുൻവിധിയോടെ സംസാരിച്ചു, ഏക സിവിൽ കോഡ് എന്ന രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചുള്ള തൻ്റെ ഏകപക്ഷീയമായ അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചു. ഇത് ജഡ്ജിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് കോടതി വളപ്പിൽ VHPക്ക് ഒരു പരിപാടി നടത്താനാവുക എന്നൊരു വിഷയം അവിടെയുണ്ട്. ആ പരിപാടിയിൽ 2 ജഡ്ജിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് ദിനേശ് പഥക്കും ജസ്റ്റിസ് ശേഖർ കുമാരും രണ്ടുപേരും പങ്കെടുക്കുന്നു. പക്ഷേ ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗമാണ് ഈ തരത്തിൽ വിവാദമായി പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് VHP പോലുള്ളൊരു സംഘടനയ്ക്ക് കോടതി വളപ്പിൽ പരിപാടി നടത്താനാവുക എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ RSSന് സ്വാധീനമില്ല. RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അഭിഭാഷകരുടെ സംഘടനകൾ സജീവമാവുകയും അവരുടെ പരിപാടികൾ സ്ഥിരമായി അഭിഭാഷകർ പങ്കെടുക്കുന്നു, ജഡ്ജിമാർ പങ്കെടുക്കുന്നു എന്നുള്ളൊരു തുടർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതിൽ കാണാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഹിന്ദുത്വ അജണ്ട വ്യക്തമാക്കുന്ന പ്രസംഗമാണ്. അവരും ഞങ്ങളും നിങ്ങളും എന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാവുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. രാജ്യം ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരിക്കേണ്ടത്, നിയമങ്ങൾ പാസ്സാക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എന്ന് പറയുന്നു. ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ആണ് ഇവിടെ ഭരിക്കുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങളാണ് നടപ്പാക്കേണ്ടത്, അതാണ് നിയമമാകേണ്ടതെന്ന് പറയുന്നു. മുസ്ലിങ്ങളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് 4 വിവാഹം കഴിക്കാൻ അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് എന്ന് പറയുന്നു. കട്ട്മുല്ല എന്ന് പറയുന്നു. തീവ്രവാദികൾ എന്ന മുല്ല എന്നുള്ള പ്രയോഗം അപമാനിക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീവ്രവാദികളായ ആളുകളുടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ഇനി അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കിയതിന് പിന്നിലെ ബുദ്ധിമുട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്ത ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൻ്റെ അഭിപ്രായം പുറത്തു പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു ജഡ്ജിയിൽ നിന്നും കോടതിയിൽ എങ്ങനെയാണ് നീതിയും ന്യായവും പ്രതീക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട്. ജഡ്ജിമാർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുത്തുകൂടാ, അവർക്ക് അഭിപ്രായങ്ങൾ പുറത്തു പറഞ്ഞുകൂടാ, പുറത്ത് പ്രസംഗിക്കാൻ പോകേണ്ടതേയില്ല എന്ന് തന്നെയാണ് ഇവർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനവും. അങ്ങനെ ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അതുമേലൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇത്തരം പ്രസംഗങ്ങൾ പലപ്പോഴായി നമ്മൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കേൾക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ പോലെ തന്നെ പല ജഡ്ജിമാരിൽ നിന്നും കേൾക്കുന്നു. 2.5 മാസം മുമ്പാണ് ബാംഗ്ലൂരിലെ ഒരു പ്രദേശം പാകിസ്ഥാനാണ് എന്നൊരു പ്രതികരണം ഒരു ജഡ്ജി നടത്തിയത്. അതിന് പറയുന്നത് അവിടെ ഓട്ടോറിക്ഷയിൽ 10-ലധികം പേരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് അതൊരു പാകിസ്ഥാനാണല്ലോ, അവിടെ ഒരു നടപടിയൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായും ന്യൂനപക്ഷ വിരോധം, വിദ്വേഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ജഡ്ജിമാരിൽ നിന്നായും അഭിഭാഷകരിൽ നിന്നായും വരുന്നുണ്ട്. ഇതേ ജഡ്ജി തന്നെ നടത്തിയ ഈ ഓക്സിജൻ ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു പശു എന്ന് പറയുന്നത്, അത് ഏത് ഘട്ടത്തിലാണ് ഈ പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല ചെയ്ത കേസ് പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രീരാമനെയും കൃഷ്ണനെയും ആരാധിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഹിന്ദുക്കൾ എല്ലാം. പക്ഷേ അതിലൊരു ദേശീയ നിയമം വേണം, അവരെ ആരാധ്യ പുരുഷന്മാരാക്കിയിട്ട് ഒരു ദേശീയ നിയമം വേണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ജഡ്ജി സ്ഥാനത്തേക്ക് എത്തുന്നത്? അപ്പോൾ കൊളീജിയം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ ജഡ്ജിയായി തിരഞ്ഞെടുത്ത് അയക്കുന്നത് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ കൊളീജിയം എന്തൊക്കെയാണ് ഒരു ജഡ്ജിയാകുന്നതിൽ ഒരാളിൽ കാണുന്ന യോഗ്യത എന്ന പ്രധാനപ്പെട്ട വിഷയം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം. ഇത് ഒരു ട്രെൻഡ് ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വകാര്യ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു. അത് ഗണപതി പൂജയാണ്. അതിന് ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, ഇതിലൊന്നും തെറ്റില്ല. കാരണം പ്രധാനമന്ത്രിയോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ഒക്കെ അകലം പാലിക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ ജഡ്ജിമാരെന്നുള്ളതാണ്. ആ അകലമില്ല എന്ന് കാണിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് നമ്മൾ പത്രങ്ങളിൽ പിറ്റേ ദിവസം ഫോട്ടോയായി കണ്ടത്. അത് അന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുള്ള ഒരു
കാര്യം അയോധ്യ വിധി തനിക്ക് ദൈവം പറഞ്ഞു തന്ന വിധി നടപ്പാക്കി എന്നുള്ളതാണ്. അയോധ്യ വിധി നടപ്പാക്കി, ദൈവം പറഞ്ഞു തന്ന വിധി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് രാംലല്ല കേസിലെ കക്ഷിയാണ്. അപ്പോൾ രാംലല്ല പറഞ്ഞതാണോ അദ്ദേഹം നടപ്പാക്കിയെന്ന ചോദ്യം അപ്പുറത്ത് ഉയരുന്നുണ്ട്. അങ്ങനെ ചോദ്യം ഉയരുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഹിന്ദു കോഡ് തന്നെ എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദു കോഡാണോ നടപ്പാക്കേണ്ടതെന്നുള്ള സംശയം സ്വാഭാവികമായി വരാം. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നിയമം, ഒരു യൂണിഫോമിറ്റി എല്ലാത്തിനും വേണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം പറയുന്നത് കേട്ട് അംഗീകരിച്ച് നടക്കേണ്ടവർ മാത്രമാണ് ന്യൂനപക്ഷം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇതിലിപ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നു. പ്രതിപക്ഷം ഇത് ഇംപീച്ച്മെൻറ്റിന് നോട്ടീസ് നൽകുമ്പോൾ ഭരണപക്ഷത്തിൻ്റെ നിലപാടെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. നിലപാട് ഇതുവരെ ഭരണപക്ഷം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഭരണപക്ഷം ആ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ന്യൂനപക്ഷം നടക്കണം എന്ന ഈ ജഡ്ജിയുടെ വാദങ്ങളെ ശരിവെക്കുന്നുണ്ടോ ഭരണപക്ഷം എന്നുള്ള ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ വ്യക്തത ഭരണപക്ഷം വരുത്തുമോ എന്നുണ്ട് അറിയേണ്ടതുണ്ട്. ഇംപീച്ച്മെൻറ്റ് നടപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കപിൽ സിബലാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആദ്യം വന്നത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ തുടർച്ചയാകുന്ന ഒരു സാഹചര്യം രാജ്യത്തെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പുറത്താക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. പക്ഷേ പുറത്താക്കൽ അത്ര Meet the editors.